ഞാനിപ്പോ ഒന്നാണെങ്കിൽ വീട്ടിൽ തന്നെയാണ് പഠിക്കല്. അവിടെ ജോലിക്കായിരുന്നു ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ ഇനി പഠിച്ചിട്ട് ഇവിടെ എത്തി, ഓള് പഠിച്ചിട്ട് ഏകദേശം ഡോക്ടർ ആവാനും പോകാനേ. സങ്കടം വന്നു, ഉള്ളിൽ സങ്കടമുണ്ട്. പക്ഷെ സങ്കടപ്പെട്ടൊരു കാര്യം നമ്മുടെ അവസ്ഥയാണ് പറയുന്നത്. എന്റെ മോനും ഇങ്ങനെ ഉണ്ടായിരുന്നു, അവനൊന്ന് പറഞ്ഞു എങ്ങനെ മോനൊക്കെ കുറെ കാലമായി പോകുന്നു, ഇനി പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ നീ എന്തിനായി പഠിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക PSC വെറുതെ എയിമിലേക്ക് വെറുതെ എനിക്ക് എന്താ പറയുക വെറുതെ ഇതിനെ പഠിക്കുമ്പോൾ സമയം കളയണോ വന്നിട്ട് പഠിക്കാൻ നോക്കിക്കോ പറഞ്ഞ് 30 ദിവസം പറഞ്ഞു പോയല്ലേ. ആ സമയത്ത് അന്ന് പറഞ്ഞ 9 ടോക്കിന്റെ മുകളിൽ ഇത് ഇപ്പൊ സുമിത്ത് ജില്ലയിലെ ട്രഷറിന്റെ ഹെഡായി മാറി. തുടങ്ങാല്ലേ നമുക്ക്? അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഇന്റർവ്യൂയിലേക്ക് പിന്നെ അക്ഷയ്, അജയ്, അമൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത് സംഭവിച്ചല്ലേ, നിങ്ങൾ പഠിച്ചു വന്ന വഴികൾ നമ്മുടെ എന്താ പറയുക റാങ്ക് നേടി പിന്നെ ഒരുമിച്ചല്ല ജോലിയിൽ കയറി ഒരേ സമയത്ത് എന്താ പറയുക കുറച്ച് ഇടവിട്ടാണെങ്കിൽ ഒരുമിച്ച് ജോലി കയറി എന്നല്ല പറയാം. കാരണം സഹോദരങ്ങൾ എന്താ പറയുക ഒരുമിച്ച് ജോലി കയറി എന്ന് പറയുമ്പോൾ ഒരു സംഭവം. അതുപോലെ ഒരേ സമയത്ത് പഠിച്ചു തുടങ്ങി, ഒരുമിച്ച് എന്താ പറയുക ആദ്യത്തെ റാങ്കുകൾ നേടി, ഒരുമിച്ച് എന്താ പറയുക BUL 1ാം റാങ്ക് മലപ്പുറത്ത് നേടി, അതിലൂടെ 15 റാങ്ക് നേടി. അവിടെ ഫസ്റ്റ് എക്സാം എഴുതി 121 റാങ്കാണ്. അങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ സക്സസ് ആയി പോയ ആൾക്കാരാണല്ലോ. അപ്പം എല്ലാവർക്കും പരിചയപ്പെടണം. കാരണം എല്ലാവർക്കും ആശങ്കകളുണ്ട്, ചിലർക്ക് ആശങ്കകളുണ്ട്. PSC പഠിക്കാൻ ഇറങ്ങുമ്പോൾ സർക്കാർ ജോലി നേടണമെന്നൊക്കെ ആഗ്രഹിച്ചിറങ്ങുമ്പോൾ മത്സരപരീക്ഷ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എന്താ പറയുക ആശങ്കകളുണ്ടാവല്ലോ. എല്ലാവരും കിട്ടുമോ? ചില വീടുകൾ നമ്മൾ പറയും ഓൻ ഭയങ്കര കഴിവാണ്, അതുകൊണ്ട് വലുതൊക്കെ നേടും പറഞ്ഞ വീട്ടിലുള്ളവരുണ്ടാവും. വീട്ടിൽ തന്നെ അങ്ങോട്ട് കൂടുതൽ ഏറ്റവും അനിയന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നല്ല നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ 3 ആൾ എന്താ പറയുക നല്ല റാങ്കുകൾ നേടി നല്ല ജോലി സ്വന്തമാക്കി സെറ്റായ ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടണം. അപ്പോൾ ഞാനത് ആദ്യത്തിലേക്ക് എന്താ പറയുക ഏറ്റവും മൂത്തയാളല്ലേ അമലല്ലേ, മൂത്തയാൾ അമൽ, അത് കഴിഞ്ഞ് അക്ഷയ്, അത് കഴിഞ്ഞ് അജയ്. അപ്പോൾ 3 ആളെ സ്വാഗതം ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ജസ്റ്റ് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം PSCയിലേക്ക് വന്നതും നിങ്ങളെ പ്രൊഫഷൻ എന്താണല്ലോ എന്ന് പറഞ്ഞു. ആദ്യം PSCയിൽ വന്നാൽ പ്രൊഫഷൻ എന്താണെന്ന് പറയാം. നമുക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണല്ലോ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം പറയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം തുടങ്ങിക്കോ, നീ തന്നെ അമലിനോട് തുടങ്ങിക്കോ. നിലവിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 3 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം VU ആയിരുന്നു, അതിൽ നിന്ന് മാറിയിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത്. ഞാനും 5 വർഷമായിട്ട് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ആദ്യം കിട്ടിയത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തന്നെയാണ്. അതിന് ശേഷമാണ് VO ലിസ്റ്റ് മറ്റു ലിസ്റ്റുകളൊക്കെ പിന്നെ മാറേണ്ട ആവശ്യം വന്നിട്ടില്ല. ഫസ്റ്റ് എക്സാം പോയി. അജയ് പറഞ്ഞു. ഞാൻ കേരള ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. താമരശ്ശേരി ജില്ലാ ട്രഷറിയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് കയറിയ ജോലി തന്നെയാണ്. ഒരു 3 വർഷമായിട്ട് അവിടെ തന്നെയാണ്. അതിന് മുന്നെയാണ് VO വന്നു. അതിനുശേഷം 1-2 ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് അപ്പം ഇവിടെ നിന്ന് പോയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ അപ്പോയിന്റിംഗ് അതോറിറ്റി എൻ്റെ സീനിയറായിട്ട് ഇവിടെ പഠിച്ച ആളായിരുന്നു സുമിത്ത്. അപ്പം നിലവിൽ വയനാട് ജില്ലാ ട്രഷറി ഓഫീസറായി. അതൊരു നല്ല അനുഭവമായി മാറി അവിടെ കോഴിക്കോട് ജില്ലാ ട്രഷറിയിൽ. അപ്പം അങ്ങനെ സംസാരിക്കാൻ പറ്റി. അതൊക്കെയാണ്. ഇപ്പോൾ നല്ല ബന്ധം സൂക്ഷിക്കുന്നില്ലല്ലേ? എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ നിങ്ങൾ വന്ന വഴികൾ നമുക്ക് സംസാരിക്കാം. PSCയിലേക്ക് വന്ന വഴികൾ. PSC നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് നേരിട്ട് വന്നതാണ് എല്ലാവരും? ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നല്ലേ? ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നോ? എങ്ങനെ ഡിഗ്രി? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ 2017 ഡിഗ്രി ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കുറച്ച് ട്യൂഷനൊക്കെ എടുത്ത് പിന്നെ ഒരു ഓഗസ്റ്റിലാണ് പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ജനറൽ PSC ബാച്ചിൽ. അപ്പോൾ PGക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും നിർബന്ധിച്ച്. ഡിഗ്രി അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ PGക്ക് പോകണം. അപ്പം PGക്ക് അപ്ലൈ ചെയ്തു, PGക്ക് കിട്ടി. പിന്നെ അപ്പോഴാണ് അമലിൻ്റെ ഫാദർ മരിക്കുന്നത്. അന്ന് ആ ദിവസമായിരുന്നു എനിക്ക് മഹാരാജാസ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പം അത് ഞങ്ങൾ ഒഴിവാക്കി PSC കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ എത്തി. അത് നല്ലൊരു തീരുമാനമായി. കാരണം PG കഴിഞ്ഞിരുന്നതിൽ കൊറോണ സമയമായിരുന്നു. പിന്നെ ആകെ ലാഗായി പോയേനെ. നമുക്ക് ടാർഗറ്റ് അനുസരിച്ച് പോയാൽ മതിയല്ലോ. വെറുതെ നമ്മളൊരു എന്താ പറയുക കുറേ കോഴ്സുകൾ ചെയ്യാം. നമ്മൾ മലബാറിലെ മൊത്തത്തിൽ രീതിയാണ്. അതായത് +2 ഡിഗ്രി PG B.Ed നെറ്റ് സെറ്റ് എന്നൊക്കെ അങ്ങനെ പോയിട്ട് എന്താ പറയുക. പിന്നെ അവസാനം പോയിട്ട് 10ാം ക്ലാസ് യോഗ്യതകളെ ഡിഗ്രി വാങ്ങുകയും ചെയ്യാം. 10ാം ക്ലാസ് യോഗ്യതകളെ എക്സാം എഴുതിയിട്ട് അതിൽ ജോലി വാങ്ങുകയും ചെയ്യുക. അങ്ങനെ അന്വേഷിക്കല്ലോ. അതും കുറേ കാലം ട്യൂഷനൊക്കെ എടുത്ത് കുറേ പോയിട്ട് ഒരു 10-30 വയസ്സ് 35 വയസ്സൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് ചാൻസിലേക്ക് എത്തുമ്പോൾ അന്നേരമൊക്കെ എന്ത് ചെയ്യുക പല ആൾക്കാർ എനിക്കറിയാം കുറേ ആൾക്കാരെ വന്നിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് കിട്ടുന്നില്ല, നടക്കുന്നില്ല, പഠിക്കുന്നില്ല എന്ന് പറയുന്നത്, പഠിക്കാനാകുന്നില്ല എന്ന് പറയാൻ
കുറേ ആൾക്കാർ നിങ്ങളുടെ ടൈമിൽ തന്നെ നിങ്ങളുടെ ആൾക്കാരുണ്ട് എനിക്കറിയാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തി പഠിക്കാനാണല്ലോ നിർത്തിപ്പോലെ ഇവിടെ വയ്യ നടക്കില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നറിയാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ കുറേ കാലം ലാസ്റ്റിലേക്ക് വന്ന ആൾക്കാരാണ്. പക്ഷേ വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു 1-2 മാസം നിൽക്കും, 1 മാസം നിന്ന് നമുക്ക് റെഡി ആയിക്കോളും. കാരണം കുറേ കാലം പഠിച്ചില്ലേ പിന്നെ എന്തെങ്കിലും പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി എടുക്കാറില്ല. അതിന് ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവും ഒരു മാസമൊക്കെ. അങ്ങനെ ഉണ്ടായിരുന്നു സംഭവം. അപ്പോൾ അതേപോലെ എന്താ പറയുക, പിന്നെ അങ്ങനെയാണ് നമ്മളെ നാട്ടിലേക്കുള്ള രീതികൾ. നമ്മളെ മലബാറുകാരുടെ മൊത്തത്തിലൊരു രീതി ഞാൻ കണ്ടതാണ്. ഇനി എത്ര നിയമനം ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും, അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലി സാധ്യതകളുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്നില്ല. നമുക്ക് നാട്ടിൽ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരെ അങ്ങനെ പോകാന്നുള്ള സിസ്റ്റം. അതിൽ മാറി ചിന്തിച്ച് വേഗത്തിൽ ജോലിയും കിട്ടിയില്ല. എത്ര കാലം സർവീസ് ഉണ്ടാവും ഇല്ല, അത്ര നേരത്തെ കിട്ടിയില്ലേ? എത്ര വയസ്സ് കയറിയുണ്ട്? 24 വയസ്സ് ജോലി കയറിയുണ്ട്. 27 വയസ്സിൽ അതുവരെ നീ എന്ത് ചെയ്ത്? കുറെ ടൈമിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ. അക്ഷയ് പറഞ്ഞല്ലോ, ഫാദർ മരിച്ച ഒരു സാഹചര്യത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ PSC യിലേക്ക് കടന്നു വരുന്നത്. അതുവരെ പിന്നെ വേറെ കുറച്ച് പുറത്തേക്ക് പോവാ അങ്ങനെയല്ല. അപ്പൊ പൊതുവെ ഒരു ആ സമയത്ത് ഉണ്ടായിരുന്ന ഓരോ സമയത്തുള്ള ജനറേഷനും ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് എന്തിനാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാന്നുള്ള രീതിയിൽ ഒക്കെ ആയിരുന്നു ഒരു +2 കഴിഞ്ഞ ടൈമിലുള്ള പ്ലാനൊക്കെ. അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞ് അപ്പൊ തന്നെ വേറെ കോഴ്സ് അതിന്റെ മുന്നേ കഴിഞ്ഞ ഡിഗ്രിക്ക് മുന്നേ അങ്ങനെ കോഴ്സ് ഡിഗ്രീന്റെ മുന്നേ കഴിഞ്ഞ് പിന്നെ അപ്പൊ തന്നെ 18 വയസ്സ് കംപ്ലീറ്റ് ആയപ്പോ തന്നെ പാസ്പോർട്ടൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് സെറ്റാക്കി വിടാന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ മാമന്റെ നിർബന്ധത്തിനാണ് ഞാൻ ഡിഗ്രിക്ക് പോയി ചേരുന്നത്. പിന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, BCom കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നിന്ന് പിന്നെ അന്ന് എന്നിട്ടും എന്റെ ഈ പുറത്തു പോവാന്നുള്ളൊരു മോഹം എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പൊ അച്ഛൻ മരിക്കുന്ന സമയത്ത് അക്ഷയ് പറഞ്ഞല്ലോ, അപ്പൊ അച്ഛൻ മരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോ എന്തായാലും നമ്മള് ഒരു സ്ഥിരം ജോലിയിൽ എന്തായാലും ഏർപ്പെടണം എന്നുള്ള നിർബന്ധമാണ്. അപ്പൊ തന്നെ പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ജോലി ആവോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്ത കോഴ്സ് ആണെങ്കിൽ അതിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പുറത്ത് ജോലി കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ആണെങ്കിൽ അതിനുള്ള സാധ്യതയില്ല. ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെ കുറെ കോഴ്സുകൾ ഒന്നും ഇവിടെ ഉണ്ടല്ലോ. അതിന് വേറെ എന്താ പറയാ സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യാൻ നമുക്ക് പറയാൻ വേണ്ടി കോഴ്സ് ചെയ്യും. പക്ഷെ എന്താ പറയാ അതിന് വേറെ സാഹചര്യം ഒന്നും ഇവിടെ അല്ലേ. ഇതിന് നല്ല സാധ്യതകൾ പുറത്തുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഒരു 3 വർഷമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് മാത്രമേ ആ സമയത്ത് കിട്ടുള്ളൂ. അത് കേവലം ഒരു 5000 രൂപയൊക്കെ ആയിരിക്കും. അത് നമുക്ക് അവിടെ ജീവിക്കാൻ തന്നെ ആ പൈസ തികയാൽ നമുക്ക് വീട്ടിൽ നിന്ന് അയച്ചു തരേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? വീട്ടിൽ അതിനുള്ള ഒരു അവസ്ഥ ആ സമയത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാദർ മരിച്ച സമയത്ത് ഞാൻ എന്തെന്നുള്ളൊരു സമയത്ത് അക്ഷയ് ഇവിടെ വന്ന് PSCക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ഥാപനത്തിനെ പറ്റിയുള്ള കുറെ അറിവുകളും കാര്യങ്ങളും റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മളപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 2017 ഒരു LD നടക്കുന്നുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്ത് ആ എക്സാം കഴിഞ്ഞ LDന്റെ എക്സാമിന്റെ മുന്നേ ആണെന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്ത് ഉള്ള ഫസ്റ്റ് തുടങ്ങിയ ഇവിടെ ഒരു ജനറൽ PSC ബാച്ചിലാണ് വന്ന് ചേരുന്നത്. അങ്ങനെ അക്ഷയിന്റെ കൂടെ ഒരു ബാച്ചിലേക്ക് വന്ന് ചേർന്നു. 2017 ലാസ്റ്റ് 2018 ആ ഒരു സമയത്താണ് വന്ന്. അങ്ങനെയാണ് PSCയിലേക്കുള്ളൊരു ആദ്യത്തെ യാത്ര എന്നുള്ളത്. അപ്പൊ അന്ന് തന്നെ വന്ന് ചേർന്നപ്പോ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ എന്റെ മനസ്സിലുണ്ടായ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ തന്നെ ചിലപ്പോൾ ഇവിടെയുള്ള എല്ലാ ക്ലാസ് റൂമിലും ആളിരുന്ന് പഠിക്കുന്നുണ്ട്. കുറെ സ്ഥലത്ത് ക്ലാസ് നടക്കുന്നു, ചെറിയൊരു ഓഫീസുണ്ട്, നമ്മൾ അവിടേക്കാണ് എത്തപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു കോച്ചിങ്ങിനൊക്കെ വന്ന് ചേർന്ന് അപ്പൊ തന്നെ ഒരു 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ട് നമുക്ക് ജോലി വാങ്ങി അപ്പോഴാണ് പോവാന്ന്. അപ്പൊ വന്ന് ചേർന്നപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു നെഗറ്റീവ് കാര്യം ഉണ്ടായി. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പൊ ജോലി കിട്ടുമോ എന്നുള്ള ഒരു ചിന്താഗതിയാണ് എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായത്. പക്ഷെ പിന്നീടുള്ള സാഹചര്യങ്ങളും പഠന രീതികളും ഒക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ജോലിയിലേക്ക് എത്താൻ പറ്റി. അങ്ങനെയാണ് ഒരു PSCയിലേക്ക് എത്തിയതും അവിടുന്ന് ഒരു ജോലിയിലേക്ക് എത്തിയതും. എക്സ്പീരിയൻസ് 24 വയസ്സിൽ ജോലി കയറി. അതിന് മുന്നേ ഡിഗ്രി കഴിഞ്ഞു 2018 ഡിഗ്രി കഴിഞ്ഞു. കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം വീട്ടിലെ സാഹചര്യത്തിൽ അച്ഛനൊക്കെ ശ്വാസമുട്ടായി ബന്ധപ്പെട്ട് അച്ഛന് വലിയ ജോലിക്ക് പോകാൻ കഴിയില്ല. അമ്മയാണ് ജോലിക്ക് പോകുന്നത്. അമ്മ ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഏട്ടൻ PSC കോച്ചിങ്ങിന് പോയപ്പോൾ ഞാനും അതിലേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു പെട്ടെന്ന് ജോലിയുള്ള കൺസെപ്റ്റ് തന്നെ അത് വന്നു. അപ്പോൾ ഇത് ഇവിടെ വന്നു, എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവർക്കും എന്നെ പരിചയപ്പെടാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. കാരണം ഇവർ ആ സമയത്ത് ഒരു വർഷമായി പഠിച്ചുകൊടുക്കുന്ന ഇവർക്ക് ഒരു ഹൈപ്പ് കിട്ടി. അങ്ങനെ തന്നെ ഞാൻ പിന്നെ ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠനത്തിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് PSC പഠനത്തിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്താ പറയുക കോവിഡ് അങ്ങനത്തെ സമയത്ത് കോവിഡ് സാഹചര്യത്തിലൊക്കെ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറ്റും. നീ ഇപ്പം പറഞ്ഞ പോലെ പിന്നെ കുറച്ച് നേരത്തെ ഉള്ളതും പിന്നെന്താ പറയുക കുറച്ച് നേരത്തെ മുന്നിൽ നിൽക്കുന്ന ആളെന്നുള്ള എനിക്ക്
പിന്നെ റാങ്ക് ലിസ്റ്റ് എക്സാമിൽ എങ്ങനെ ഇതാണെങ്കിലും പിന്നെ ഇവിടെ നമ്മൾ എക്സാം നടത്തുമ്പോൾ നമ്മൾ എയിമിൽ നടത്തുമ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സാമിൽ എന്താ പറയുക 1ാം റാങ്ക് അക്ഷയ് അല്ലെ അമൽ ഇങ്ങനെ അങ്ങോട്ടും മാറി ആ സമയത്താണ് നീ വന്നു കൊടുക്കുന്നത്. അപ്പോൾ നീ എങ്ങനെ പിന്നെ എനിക്ക് ഓർമ്മ കുറേ ലിസ്റ്റിൽ അജയ് അമൽ അക്ഷയ് അക്ഷയ് അജയ് അമൽ തിരിച്ചും മറിച്ചും എന്താ പറയുക റാങ്ക് ലിസ്റ്റുകളിൽ നിങ്ങളെ പേര് 1 2 3 1 2 3 പറഞ്ഞു വരിക അല്ലേ ഓർമ്മല്ലേ? അപ്പോൾ നീ എങ്ങനെ അത്ര ഇവിടെ പിടിച്ചത് എന്തുകൊണ്ടാ അങ്ങനെ പറ്റിയത്? നമ്മൾ പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് കുറെ അവരോട് വെച്ച് മനസ്സിലാക്കി. ഇവര് 1-2 പരീക്ഷ ഞാൻ ഇപ്പോഴും ഡിഗ്രി പോകുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട്. ഇവര് വീട്ടിലിരുന്ന് പഠിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഇവർ രണ്ടാളും വീട്ടിൽ ഒരുപാട് കാണാറുണ്ട്. അപ്പൊ എനിക്കറിയില്ല ഇവരെന്താ പഠിക്കുന്നത് എനിക്കറിയില്ല. ഞാനൊന്നിപ്പം ചിന്തിച്ചിട്ടല്ല. വന്ന സമയത്ത് PSC കോച്ചിന് വന്ന സമയത്താണ് അവര് എന്താ പറയുക ഓരോ ടോപ്പിക് ഏരിയ തിരിച്ച് ഇത്ര മാർക്കിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏരിയകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 മാസം കൊണ്ടൊക്കെ നമുക്ക് ഒരു ട്രാക്ക് കിട്ടും. അപ്പോൾ 6 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു മാർക്ക് എത്താനുള്ള രീതിയിൽ നമ്മൾ ടൈം കൺസ്യൂം ചെയ്യുമ്പോൾ ആ ടൈമിന് കമ്മിറ്റ്മെന്റ് കൊടുത്താൽ മതി. അപ്പം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. എനിക്ക് വേറെ കാര്യം അറിയോ, നിങ്ങൾ പിന്നെ എങ്ങനെ നോക്കിയാലും നമ്മളന്ന് ആദ്യത്തെ 1 2 3 സമ്മാനം കൊടുക്കുമായിരുന്നു. അതായത് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ആദ്യം നമ്മൾ കൊടുക്കല് എന്താ പറയുക എന്നാ ചർച്ചയിലൊക്കെ നമ്മൾ ഗിഫ്റ്റൊക്കെ എന്തെങ്കിലും വെക്കണം. അപ്പോൾ അതിന് മാറ്റി ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം, കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കിട്ടുകയാണല്ലോ. അപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം ആയിക്കോട്ടെ അറിയാം ഉപകാരം നൽകിയാണ് അങ്ങനെ കുറേ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റുകൾ മിക്കവാറും നിങ്ങളില്ലേ കൊണ്ടുപോവുക. നിങ്ങൾ 3 ആൾ തന്നെ അല്ലേ? അതിനെപ്പറ്റി എന്താ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്? വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്ക പാത്രങ്ങളും എന്താ പറയുക ഇപ്പോഴും എടുക്കാത്ത കുറേ പാത്രങ്ങൾ എടുക്കാത്ത പാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലാസ്ക് പ്ലേറ്റുകള് അതുപോലെ തന്നെ ഏകദേശം ഒരു 12ഓളം സെറാമിക്കിന്റെ പ്ലേറ്റുകൾ മാത്രം അത് പുറത്തുനിന്ന് വാങ്ങാം. കല്യാണത്തിന്റെ ആവശ്യത്തിനാണെങ്കിലും ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല. വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം വൈഫിന് ഡെലിവറി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കിട്ടിയ ഫ്ലാസ്ക് ഞാൻ ഓർത്തത്. എനിക്ക് ഓർക്കാൻ പറ്റി കിട്ടിയതാണല്ലോ ഞാൻ ഓർത്തു. അതൊക്കെ രസമുള്ള സംഭവമായിരുന്നു. പിന്നെ അതുപോലെ എന്താ പറയാ എയിമിത്തിനടുക്കുന്നപ്പോ പറഞ്ഞല്ല പിന്നെ റിസൾട്ട് ആണെന്ന് അക്ഷയ് അങ്ങനെ തന്നെയായിരുന്നു. അതെ ഞാൻ പിന്നെ എനിക്ക് അറിയില്ല എയിം ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ എവിടെയാണ് പോവുക എങ്ങനെ നോക്കി ആദ്യം ട്യൂഷൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ഒരു ടീച്ചറിനോട് പറഞ്ഞു ഇങ്ങനെ ബാലുശ്ശേരി ഒരു എയിം ഉണ്ട്, അപ്പോൾ അവിടെ പിന്നെ ഇങ്ങനെ പത്രത്തിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ ന്യൂസ് അതിന്റെ കൂടെ ഇത് വരാറുണ്ട് എയിം. ഇവിടുന്ന് ഈയാട് ഭാഗത്തൊക്കെ കുറെ പേര് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഈയാട് എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു ഹബ്ബാണ്. കാരണം അറിയാം ഈയാട് ഈ അടുത്ത് പോലീസ് കയറിയത് 6 പേര് ഈയാടുള്ള ടീം, 23 ആൾക്കാർ ഒരുമിച്ച് കയറിയതിൽ 6 പേര് ഈയാടുള്ള. പിന്നെ ഇപ്പൊ ലാസ്റ്റ് വന്ന ലിസ്റ്റിനകത്ത് അതുപോലെ തന്നെ ഈയാടില്ലേ ഈയാടിന് മൊത്തം സർക്കസിലേക്ക് ഞാൻ ഈയാടായിരുന്നു ട്യൂഷൻ എടുക്കാൻ പോകാം. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ എയിമെന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇവിടെ ജോയിൻ ചെയ്തു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 2 മാസത്തോളം ട്യൂഷനൊക്കെ പോയിട്ടുണ്ടാവും. അത് വേഗം തന്നെ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റി. പിന്നെ ക്ലാസ്സുകൾ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടായിരുന്നോ? ഞങ്ങള് ഒരു വർഷത്തെ ഒരു ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തത്, ജനറൽ PSC 1. അപ്പം അങ്ങനെ ഇവിടുത്തെ പിന്നെ മന്ത്ലി റാങ്ക് ലിസ്റ്റ് എക്സാം. ആദ്യമൊക്കെ ഞാൻ എക്സാം എഴുതുമ്പോൾ 900 1000 അടുത്തായിരുന്നു റാങ്ക് ഉണ്ടാവാറുള്ളത്. പിന്നെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ഇത് തന്നെയായിരുന്നു നമ്മളെ കൂടെ. അത് അന്നൊക്കെ നമ്മളെ കൂടെ എല്ലാവരും സഹകരിക്കുകയും ചെയ്യുന്നത്. കുറെ ആൾക്കാരൊക്കെ സ്ഥാപനങ്ങളൊക്കെ എന്താ പറയുക നമ്മളെ കൂടെ നമ്മളെ കുറെ സപ്പോർട്ടിങ് നമ്മളെ ടീം ഉണ്ടായില്ല. നമ്മൾ എല്ലാവരും കൂടുമ്പോൾ നമുക്ക് അത്രയും നല്ല മത്സരം കാണിക്കാം. 1000 പുറത്തൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ വിചാരിക്കും ഒരു എക്സാം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കല്ലോ. പിന്നെ എത്ര മാർക്ക് പോയി കുറഞ്ഞു, ആകെ 26 മാർക്കാണ് ഫസ്റ്റ് എക്സാമിന് കിട്ടിയത്. പിന്നെ അടുത്ത എക്സാമിലേക്ക് വന്നപ്പോൾ 200 ആയി. പിന്നെ 200 ആയി. പിന്നെ പെട്ടെന്ന് അതിനടുത്ത എക്സാമിലേക്ക് 8 റാങ്ക് 3ാമത്തെ എക്സാമിൽ 8 റാങ്ക്. പിന്നെ മനസ്സിലായി ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് കിട്ടുന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിപ്പോ അതേപോലെ പിന്നെ ആ വരവാണ് വിയോയില് മലപ്പുറത്ത് 1 റാങ്ക് അടിച്ചല്ലേ. അപ്പൊ എന്തായാലും ഫീലിങ്സ് നല്ല അഭിമാനം തോന്നി. എന്തായാലും റാങ്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മള് സംസാരിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരോടും പറയല്ല, നമ്മൾ ഓരോരുത്തരും സംസാരിക്കല്ല. അപ്പൊ അതെനിക്ക് ഒരുപാട് തവണ ഞാനോട് അക്ഷയനോട് പറയാറുണ്ട്, അജയിനോട് പറയാറുണ്ട്, അല്ലെ എങ്ങോട്ടൊക്കെ ഞാൻ റാങ്ക് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയും, റാങ്ക് പിടിക്കാൻ അറിയില്ല. ഞാൻ എപ്പോഴും 1 റാങ്കിന് വേണ്ടി തന്നെയാണ് പഠിക്കല്. 1 റാങ്ക് വേണ്ടി തന്നെ അങ്ങനെ 1 റാങ്ക് കിട്ടി. അതെ പറയാലോ, കിട്ടിയില്ലേ മിണ്ടല്ലേ.
എല്ലാവരും എന്താ പറയാ കിട്ടിയില്ലെങ്കിലും പറയല്ലോ, തൊട്ട് ബാക്കിലുള്ള റാങ്ക് കിട്ടിയാലും പറയല്ലോ, ഒന്നാം റാങ്ക് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 6 മാസം ഞങ്ങൾ ഇവിടെ രാത്രി ഇവിടെ നിൽക്കാറുണ്ട്. അപ്പൊ സാറ് ഞാൻ പറയുന്നത് എന്തായാലും 1ാം റാങ്ക് പിടിക്കണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ. അപ്പൊ അതിൽ 60 റാങ്ക് കിട്ടി, അടുത്ത എക്സാമിൽ 1ാം റാങ്ക് കിട്ടി. അങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതിൽ 60 പിടിച്ച് സ്റ്റേറ്റ് ലെവൽ നോക്കി 60 പിടിച്ച് മറ്റൊരു 1ാം റാങ്ക് കിട്ടി. പിന്നെ ഗാന്ധി ബോർഡ് അതുപോലെ ബോർഡിൽ 139 റാങ്ക് ആയിരുന്നു. പിന്നെ കൂടുതലായിട്ട് വേറെ കുറെ PSC കുറെ എക്സാം എഴുതേണ്ടി വന്നില്ല. എഴുതിയ മെയിൻ കുറച്ച് എക്സാമുകൾ എക്സാമുകൾ എഴുതേണ്ടി വന്നില്ല. എക്സാം എഴുതിയത് ഫസ്റ്റ് എക്സാം എഴുതിയായിരുന്നു. ആദ്യം എഴുതിയത് കമ്പനി ബോർഡ് ആയിരുന്നു. കമ്പനി ബോർഡ്, പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. LD എക്സാം ഒന്ന് ഞങ്ങള് LD എക്സാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജോയിൻ ചെയ്തത്. അടുത്ത LD എക്സാം നമുക്കൊരു 1ാം റാങ്ക് ഏതായാലും പോട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയാ പിന്നെ എയിമിൽ ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഈ LD റാങ്ക് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് ജോലി കിട്ടി പോയല്ലോ. ഇനിയിപ്പോൾ അടുത്ത വീണ്ടും ഉണ്ടായിക്കൊണ്ടുതന്നെ ഭയങ്കര ടൈം എടുക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടി പോവുകയും ചെയ്യും, പെട്ടെന്ന് വിളിക്കുകയും ചെയ്തത്. പക്ഷെ എന്താ പറയാ പിന്നെ ആ റാങ്കിൽ കിട്ടിയിട്ടുണ്ട്. 1 കിട്ടി, അതിന്റെ മുമ്പേ 1 കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ റാങ്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ പിന്നെ അമ്മയിൽ എന്താ പറയാനുള്ളത് അതിനെ പറ്റിയൊക്കെ? ഈ റാങ്ക് ലിസ്റ്റ് എക്സാമിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാല് ഓരോ റാങ്ക് ലിസ്റ്റ് എക്സാം കഴിഞ്ഞാലും ഇവിടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു പരിപാടി നോട്ടീസ് ബോർഡിൽ ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും ആദ്യം ഇന്റർ റാങ്ക് ചെയ്യാൻ നോക്കുന്നതിന് മുമ്പ് 1, 2, 3, 4 ആ ഒരു 10 റാങ്കിനുള്ളിൽ ആരാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് നമ്മള് ഫൈന് ഉണ്ടായിരുന്നല്ലോ, 1,000 രൂപ ഫൈൻ എന്നുള്ള. അപ്പൊ അത് ഏറ്റവും കൂടുതൽ വാങ്ങിയതാരാ, അത് കുറയ്ക്കാനും കൂടി ഒക്കെ അത് ഏറ്റവും കുറച്ചതാക്കിയതാരാന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ചില ആളുകൾ എക്സാം എഴുതിയിട്ട് ആദ്യം എഴുതുന്നവരൊക്കെ വെറുതെ ആദ്യം പരീക്ഷ ചെയ്താൽ നമ്മൾ ശരിക്കും PSC എഴുതാൻ പോകുന്നവർ തന്നെ വെറുതെ കുറെ കറപ്പിക്കുക. അപ്പം തെറ്റ് നോക്കുമ്പോൾ 40 ഒക്കെ ഉണ്ട്. അപ്പൊ 40 രൂപ ഇവിടെ കൊടുക്കാൻ. അപ്പൊ അങ്ങനെ തെറ്റ് കുറയ്ക്കുക, പൈസ കൊടുക്കുന്നതല്ല, തെറ്റ് കുറയ്ക്കാത്ത രീതിയിലാണ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ 1, 2, 3, 4 അങ്ങനെ വാങ്ങിയതാരാന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി വെക്കുന്നത് എപ്പോഴും നോക്കും. എന്നുവെച്ചാൽ 10-നുള്ളിൽ വന്നിരിക്കുന്ന ആളാരാ, അവര് വാങ്ങിയ മാർക്ക് എത്രയാണ്, നമ്മളും അവരും തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം എത്രയാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന ആളാണ് വാങ്ങിയത്, അത് അവരെ സെന്റർ ഏതാണെന്ന് അതിന്റെ ബ്രാക്കറ്റിലുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ തമ്മിൽ ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ എന്താ പറയാ പ്ലാൻ ചെയ്യായിരുന്നു. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പിടിക്കണം, അവരെ മുമ്പിൽ കിടക്കണം. ചിലപ്പോ നമ്മളെ തൊട്ട് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഗുണമായില്ല ഞങ്ങൾ ഒരുമിച്ച് ഇതിലേക്ക് ഇറങ്ങിയതില്ലേ. കാരണം പിന്നെ ഷെയർ ചെയ്യാൻ ടാർഗറ്റ് ചെയ്ത് പിടിക്കാനും ഒക്കെ സ്പിരിറ്റുള്ള ഒരേ സ്ഥാപനത്തിൽ തന്നെ ഒരുമിച്ച് ജോലി ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യും, ഒരുമിച്ച് പോകുന്നു, വരുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനത്തെ സാധനം ബാലുശ്ശേരി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ട്രാവലർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കൊല്ലം നമ്മളെ പഠിച്ചവർ തന്നെ അത് ഭയങ്കര. ഞാൻ ഇറങ്ങി നിങ്ങൾ ട്രാവലർ ഇറങ്ങിയപ്പോൾ അന്ന് ഞാൻ ഫസ്റ്റ് കാരണം നിങ്ങളിങ്ങനെ ട്രാവലർ ഒരുമിച്ച് പോലെ വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്ക് സന്തോഷം ഉണ്ടാകുമല്ലോ. കാരണം കുറേ ആൾക്കാർ അതുപോലെ തന്നെ പിന്നെ സബിനേച്ചിന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കോടതിയിലായിരുന്നു. മുമ്പേ കാറെടുത്ത് മുമ്പേ കാറിൽ കൂടെ എന്താ വെച്ചാൽ ഞാൻ ഒരു സമയം നോക്കുമ്പോൾ പിന്നെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ സബിനേച്ചില്ലേ പോലെ പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും, ഞങ്ങൾ എയിമിലെ ടീം മൊത്തം പോകുക പറഞ്ഞു. അവർ കാറിൽ ഒരുമിച്ച് അങ്ങോട്ടാ പോകുക, ഒരുമിച്ച് പോകുക പറഞ്ഞു. ഭയങ്കര ട്രഷറിയിൽ ഇപ്പം നമ്മളെ താമരശ്ശേരി ട്രഷറിയിൽ എനിക്ക് തോന്നുന്നു 5-6 കൈസം സ്റ്റാറ്റസ് ഇട്ട് എനിക്ക് അയച്ചെന്ന് ഇതാ അടുത്ത ആളോട് ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ മൊത്തം ഇവിടെ എത്ര ആളായിട്ടെന്ന് പറഞ്ഞിട്ട്. അതേപോലെ അങ്ങനത്തെ കുറെ നല്ല കോഴിക്കോട് ഈ നഴ്സിംഗ് കോളേജ് ഇല്ലേ, അവിടെ അതുപോലെ ഉണ്ട്. നമ്മളെ 5-6 ആൾക്കാരുണ്ട് നമ്മളെ ഓഫീസിലെ സ്റ്റാഫ്. നമ്മൾ ശരത്ത് നിത്യ ആ ടീമൊക്കെ മൊത്തം ആ ടീമുണ്ട്, മൊത്തം ടീമാണുണ്ട്. കുറെ ആൾക്കാരുണ്ട് മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജ് കുറെ ആൾക്കാരുണ്ട്. ആ ഒരു സെക്ഷനിൽ തന്നെ കുറെ ആൾക്കാർ നമുക്ക് ഒരുമിച്ചുള്ള അങ്ങനെ കുറെ നല്ല സന്തോഷമുണ്ടല്ലേ. അങ്ങനെ അനുഭവം പറഞ്ഞ ഒരാളുണ്ട് വെച്ചാൽ എക്സാം രഞ്ജിനി ടീച്ചർ ഉണ്ടായിരുന്നു, അറിയണ്ട രഞ്ജിനി LP പിള്ളേർ. 30 ജോയിൻ ചെയ്തപ്പോൾ 30 അതുപോലെ പിന്നെ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. PSC ഓഫീസിൽ PSC എക്സാം എഴുതാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് ഉണ്ടാവില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് ഒക്കെ എക്സാം ഹാളിൽ ഇരിക്കുന്നത്. അപ്പോൾ അന്ന് പോലും ഇങ്ങനെ ആലോചിക്കണ്ടായിരുന്നു അല്ലേ, എനിക്കും ഇതുപോലെ എന്തെങ്കിലും എന്താ പറയുക ഇതുപോലെ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അങ്ങനെ ആ 30 തീയതി ഇതുപോലെ തന്നെ അവസരം കിട്ടി. അപ്പോൾ അന്ന് എന്നെ വിളിച്ച് എന്നോട് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എക്സാം എഴുതുമ്പോൾ ഇപ്പം ഇങ്ങനെ എനിക്കും ഇങ്ങനെ ഇതുപോലെയൊക്കെ എക്സാം എഴുതുമ്പോൾ നടത്തുമ്പോൾ അങ്ങനെ പോകണം എന്നൊക്കെ. അങ്ങനെ അത് നടന്ന് ഇന്ന് ഭയങ്കര ഹാപ്പിയായി ഞാൻ നോക്കി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സംഭവത്തില്ല ഈ ഓർമ്മ കണക്ട് ചെയ്ത് ഓർമ്മ. അതേപോലെ അജയ് അതുപോലെ തന്നെ മത്സരിച്ച പിടിച്ചതില്ലേ സമയത്ത് ഇവരൊക്കെ തന്നെയാണ് ഭീകരന്മാര്.
ഗുണമുണ്ടായില്ല, അവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ കൊണ്ട് പറയാൻ ഗുണമായിട്ടില്ല. അപ്പോൾ എനിക്കതൊരു പിന്നെ വേറെ രസം എന്താ പറയുക, നിങ്ങൾ രണ്ടാളും LD കിട്ടിപ്പോയല്ലോ. അപ്പോൾ നമുക്ക് ആകെയുള്ള അടുത്ത എന്താ പറയുക, അജയാണ് എന്ത് ചെയ്ത് ഈ റാങ്കുകളിൽ മുന്നിൽ ഇതുപോലെ അജയും കുറേ ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റ് എക്സാം പിടിക്കുന്നത്. അപ്പോൾ LD പിടിക്കേണ്ടി എന്താ പറയുക, നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ കുറേയൊക്കെ അജയിനോട് പറയാം ഫസ്റ്റ് റാങ്ക് അടിക്കണം, അജയ് ഫസ്റ്റ് റാങ്ക് അടിക്കണം. അപ്പോൾ അജയ് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്, നന്നായി ശ്രമിച്ചിട്ട്. എനിക്കറിയാം നന്നായിട്ടാണ് ശ്രമിച്ചാൽ നല്ല എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഒരു ദിവസം രാത്രി അജയിനെ വിളിച്ചത്, എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ ഒരു സംഭവം പറയാം. അജയ് ദിവസം രാത്രി വിളിച്ചിട്ട് എൻ്റെ വണ്ടി ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടോ മറന്നുപോയി. അജയോട് മറന്നുപോയി. എന്താ അറിയോ എങ്ങനെ സംഭവം അറിയോ, അജയ് രാവിലെ പഠിക്കുന്ന ഭ്രാന്തിലാണല്ലോ, എക്സാം നടക്കാകുമ്പോഴത്തേക്കും മാനസികമായിട്ട് പുസ്തകം തന്നെ ഫുള്ളുള്ളത്, ഒന്നും ഓർമ്മയില്ല എന്താ സംഭവം എന്നൊക്കെ ഉള്ളത്, വരുന്നത് പോലും ഓർമ്മയില്ല അവർ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. രാത്രി പിന്നെ പോകാൻ നേരത്തെ പിന്നെ അത് രാത്രി 12 എത്ര മണിക്കായിരുന്നു സമയം, 1 മണിക്കാണ്. 1 മണി ടൈപ്പ് എന്നെ വിളിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കട്ടെ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ വെച്ചെന്തായാലും ഞാൻ വണ്ടി എടുത്ത് വന്നിരിക്കുന്ന എൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നത്, ഞാൻ വണ്ടി എടുത്ത് പോകാനല്ലേ, പക്ഷെ ഞാൻ വണ്ടി എടുത്തില്ല. ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, വണ്ടി ഞാൻ താഴെ പോയി വണ്ടി തരാം, വണ്ടി കാണുന്നില്ല, ബസ്സിന് വന്നതല്ലേ, ഞാൻ ഇവിടെ കിടക്കട്ടെ വെച്ച് അന്ന് കട്ടച്ചായ കടിച്ച് എന്താ പറയുക പോലെ ഒരു ഓംലെറ്റിനെ പോയി അടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ മുകളിൽ പോയി കിടന്നു അല്ലേ ഈ റൂമിൽ. കിടന്നിട്ടൊന്നുമില്ല, LDCന്റെ ഒരു 2-3 ആഴ്ച മുന്നേ അത്രയും ദിവസം കല്യാണം കഴിഞ്ഞ് ഒരു ഗ്യാപ്പിൽ കുറച്ച് 2 ദിവസം പഠനം കല്യാണത്തിന് തിരക്കിലായിരുന്നു സമയത്ത് പിന്നെ ഒരു ഭ്രാന്തമായ പഠനം 10 ദിവസം എക്സാം വരെ വീട്ടിലുള്ളവർക്ക് ആരും പോലും ഓർമ്മയില്ലായിരുന്നു. ആ സമയത്താണ് സംഭവിച്ചത്. ശരിക്കും വണ്ടി എടുത്തിട്ടാ വിചാരിച്ചു, അച്ഛൻ്റെ വണ്ടി എടുത്ത വരല് പൊതുവെ വണ്ടി ഉണ്ടെന്നാ വിചാരിച്ച്. രാത്രി 11 ആകുമ്പോൾ എല്ലാവരും പോയി. ഈ വീട്ടിൽ ലാസ്റ്റ് പോകുന്ന 2-3 പേരുണ്ട്, അവരും പോയി. കുറച്ചുകൂടി ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചായിരുന്നു. അങ്ങനെയാണ് 1 മണിയായ സമയത്ത് ഇറങ്ങാൻ നേരത്താണ് സാറിനെ വിളിച്ച്, വണ്ടി കാണുന്നില്ല. ഞാൻ ചോദിച്ചു വണ്ടി ആരെ കൊണ്ടുപോയാൽ നമ്മളെ അവിടെ വണ്ടി എടുത്ത് മാർക്ക് എടുത്തിട്ട് പോയാലോ. പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ വീട്ടിൽ വിളിച്ച വണ്ടിയാണെന്ന് സാറിനെ വിളിച്ച് ഞാനൊരു അന്ന് ഇരുന്ന് കുറച്ചുകൂടെ പഠിച്ചിട്ട് ഞാൻ മുകളിൽ കിടന്നുറങ്ങി. സാറ് ഒരു കൊതുകിന്റെ വലയൊക്കെ വെച്ചിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് താമസിച്ചു. നല്ല എനിക്ക് അതിൽ ഓർമ്മ ഉണ്ട്. കാരണം അറിയാം എപ്പോഴും ഓർമ്മ സംഭവിച്ചാൽ അന്ന് രാത്രി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ സ്വയം മറന്നുകൊണ്ടുള്ള പഠനമാണല്ലോ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ റാങ്ക് ശരിക്കും പറഞ്ഞ റാങ്കിൽ 11 റാങ്കില്ലേ, LD 11 റാങ്ക് കിട്ടുന്നുണ്ട്. ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. കാരണം എക്സാം സമയത്ത് ചിലപ്പോൾ എന്താ പറയുക, അപ്പം നമുക്ക് എന്താ പറയുക. പക്ഷെ വേറെ കാര്യം ഉണ്ടായിട്ടോ, നിങ്ങൾ 3 ആളും ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വലിയ എക്സാമുകൾ എന്താ പറയുക സിവിൽ സർവീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നോക്കുകയോ ചെയ്യാൻ, ഇതേപോലെ നമ്മൾ കട്ടായി പിടിക്കുകയോ ചെയ്യാനും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കല്യാണം എല്ലാവരും 3 ആളും കല്യാണം കഴിച്ച് ഫാമിലി ഒക്കെ സെറ്റ് ഫുൾ ഇതിനകത്ത് ഇനി ഇൻവോൾവ് ചെയ്യണമെങ്കിൽ സാമ്പത്തികം പറഞ്ഞ സാമ്പത്തിക വിഷയമാണ്. സാമ്പത്തിക വിഷയം പറഞ്ഞപ്പോൾ നീ പിന്നെ കുറെ വേറെ കുറെ ജോലിക്ക് ഒപ്പില്ല. ഞാന് അതായത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇവിടെ ചേരുന്ന സമയത്ത് തന്നെ ഇത് കിട്ടുമോ, അപ്പൊ നമുക്ക് ഇപ്പൊ 1 കൊല്ലം കൊണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ തന്നെ ജോലി അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷെ എന്താ പറയാ, ഇവിടുത്തെ ബാച്ചിൽ 1 വർഷത്തേക്കുള്ള ബാച്ചിലായിരുന്നു ചേരുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ക്ലാസ്സിൽ വരുന്നതിനിടയ്ക്ക് തന്നെ വേറെ നാട്ടിൽ ചെറിയ പണികൾക്കൊക്കെ പോയിരുന്നു. അപ്പം പിന്നെ ഞാനൊരു ദിവസം ഒരു അപ്രതീക്ഷിതമായി എൻ്റെ കൂടെ +2 പഠിച്ച ഒരു കുട്ടീൻ്റെ വീട്ടിൽ പണിക്ക് പോയി. അപ്പോൾ അവിടുത്തെ കുട്ടി പിന്നെ അവളെ എൻ്റെ കൂടെ പഠിച്ച കുട്ടി അവള് ആയുർവേദ ഡോക്ടർ സാധനമാണ് പഠിക്കുന്നത്. BAMS പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ജോലിയൊന്നും ആയില്ല. അപ്പൊ അവിടെ ഒരു വിറക് എടുത്തിടാൻ വരുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പൊ അവര് എന്റെ കൂടെ എന്റെ മേസ്തിരി ഉണ്ട്. അപ്പൊ പറഞ്ഞു ഇവിടെയുള്ള കുട്ടീനെ കൂടെ പഠിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അപ്പൊ എടുത്ത വഴിക്ക് തന്നെ ആ ചേച്ചി അവിടെ ജോലിക്ക് വരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങ് പഠിച്ചിട്ട് ഇവിടെ എത്തി, ഓള് പഠിച്ചിട്ട് ഏകദേശം ഡോക്ടർ ആവാനും പോകാല്ലേ. അപ്പൊ അങ്ങനത്തെ ഫീലിങ്സ് ആണ്. അങ്ങനെ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു, ഉള്ളിൽ സങ്കടം ഉണ്ട്. പക്ഷെ സങ്കടപ്പെട്ടൊരു കാര്യം നമ്മളെ അവസ്ഥയാണ് അവര് പറയുന്നത്. അവരെ നേരെ പറ. അപ്പൊ പെട്ടെന്ന് ആ ചേച്ചി എന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ ചേച്ചിക്ക് എന്താ പറയാ, എനിക്കത് ഫീൽ തോന്നി. അപ്പൊ പിന്നീട് എന്ത് ചെയ്ത്, അപ്പൊ അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ എന്തായാലും ജോലി പിടിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ എന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോ ഒരു ഗവൺമെന്റ് സർവീസിലെത്തി, അവൾ ഇപ്പോഴും ഗവൺമെന്റ് സർവീസിൽ എത്തിയിട്ടില്ല എന്നാണ് പോകുന്നുണ്ട്. നല്ല സ്ഥിരപരമായ കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അത് എന്നെക്കാൾ നല്ലൊരു സാലറി വാങ്ങുന്നൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ എന്താ പ്രൈവറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഗവൺമെന്റ് ജോലി, ചിലപ്പോൾ സർവീസിൽ കയറിയിട്ടുണ്ടോ നമുക്കറിയാമല്ലോ. അതെ. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പുറത്ത് നമുക്ക് ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ ഉണ്ടാവും. എന്തായാലും ഇപ്പൊ നമ്മളറിയില്ലെങ്കിലും നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ റാങ്ക് കിട്ടിയപ്പോ ആൾക്കാരൊക്കെ ഓർമ്മയുണ്ടാകില്ലേ, അല്ലേ ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ടാകില്ലേ. പല ആൾക്കാരും അഭിനന്ദിക്കുകയും നമ്മളോട് സംസാരിക്കാത്ത ആൾക്കാർ സംസാരിക്കുകയും അങ്ങനെ ഒക്കെ ചെയ്യും. കാരണം നമ്മളെ ഒരു എന്താ പറയാ, നോർമലി നമ്മൾ കഴിവ് തെളിയിച്ചാലേ എന്തുള്ളൂ സമൂഹത്തിൽ മറ്റുള്ള ചില ആൾക്കാർ അംഗീകരിക്കുള്ളൂ. അങ്ങനെ അങ്ങനെ അനുഭവം ഉണ്ടാകില്ലേ.
അതായത് നമ്മളിപ്പോ ഡെയിലി PSC ക്ലാസ്സിലേക്കാണ് വരുന്നത് എന്നുള്ളത് നമ്മളോട് ചോദിക്കാതെ തന്നെ അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ നമ്മളെ വീട്ടുകാരെക്കാട്ടും കൂടുതൽ നമ്മൾ ഇതിനാണ് പോകുന്നത്, അല്ല ഇത്ര കാലമാകുമ്പോൾ പോകുന്നത്, ഇത്രയും കാലമായിട്ട് അത് കിട്ടിയില്ലല്ലോ, അല്ലെ അവർക്ക് കിട്ടിയില്ലല്ലോ, അവള് കുറെ നിരുത്സാഹപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. നമുക്ക് തിരിച്ചു വരും, തിരിച്ച് നമുക്കൊരു റാങ്ക് കിട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മാറി നേരെ പറയും സ്റ്റാറ്റസ് ഇടും. അതെ അതെ, നമ്മളെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും. എന്റെ മോനും ഇങ്ങനെ ഉണ്ടായിരുന്നു, അവനൊന്ന് പറഞ്ഞു എങ്ങനെ PSC ഞാൻ കുറെ അനുഭവം ഉണ്ട്. ഇങ്ങനെ മൈൻഡ് ചെയ്ത ആൾക്കാരും പറയുന്ന ആൾക്കാരൊക്കെ തന്നെ തിരിച്ചു പറയും. അതായത് 2 ദിവസം മുന്നേ വരെ മോനോട് പറഞ്ഞ് ഓനൊക്കെ കുറെ കാലമായി പോകുന്നു, ഇനി പോണോന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അതൊരു നെഗറ്റീവാണ്. പക്ഷെ അത് കേട്ടിട്ടൊന്നും ആരും പിന്മാറരുത് എന്നാണ് പറയാനുള്ളത്. പുതിയ ആൾക്കാരോട് പറയാനുള്ളത്. കാരണം ഒന്ന് പിന്നെ പെട്ടെന്ന് ജോലി കിട്ടുക, പെട്ടെന്ന് പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജോലി എന്നല്ല പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള കൺസെപ്റ്റാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ അതുകൊണ്ടുള്ള കുറെ ആൾക്കാർ മറ്റേ പല സാധനങ്ങളും ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ കുട്ടികളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്? ആ ഒരു വരുമാനത്തെ കുറിച്ച് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഞാൻ ഈ പറഞ്ഞ സംഭവം. കാരണം ഇതൊരു വിഷയമുള്ള സംഭവമല്ല, ഇതൊരു സംഭവമല്ല. പക്ഷെ നമുക്ക് വിജയിച്ച ആൾക്കാർ പറയണല്ലോ, അവരോട് കാര്യങ്ങൾ പറയണല്ലോ. അതിനെന്താ വെച്ചാൽ പക്ഷേ ഇപ്പം എല്ലാവർക്കും സംബന്ധിച്ച് ഇപ്പം ഒരു കുറച്ച് മുന്നേ വരെ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് പ്രത്യേകിച്ച് ചിലവുകളും കാര്യങ്ങളൊന്നും ഇല്ല, അവന് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ മതി. പക്ഷേ ഇപ്പൊ പല കുട്ടികളും തന്നെ ഒരു +2 അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിലേക്ക് എത്തുന്ന കുട്ടിക്ക് തന്നെ നല്ലൊരു പൈസ ചിലപ്പോൾ വരുമാനം ഉണ്ടെങ്കിൽ അവന് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്താഗതി അവൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. കാരണം റിവേഴ്സ് എക്കണോമിയിലാണ് ചിന്തിക്കുന്നത്. മൊത്തത്തില് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇത്ര ചെലവ് അടുത്ത മാസം വരുന്നുണ്ട്, മൊബൈലിൽ എന്ത് സാധനം ചെയ്യണം, അല്ലെങ്കിൽ പല ഡ്രസ്സിന് വാങ്ങണം. അപ്പൊ ഓന്റെ സ്വന്തമായിട്ട് ഇപ്പൊ അച്ഛന് ചിലപ്പം അത് അത്ര ഇതിലേക്ക് ലെവലിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് കുട്ടികൾ പൈസ ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോവാം. ഇപ്പൊ നേരിട്ട് ഈ ലഹരിന്റെ കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഇതിന്റെ പൈസ അല്ലെങ്കിൽ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാനുള്ള കാര്യത്തിലേക്ക് ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. ഒരിക്കലും അതൊന്നൊരു ശാശ്വതമായ കാര്യമല്ല. എന്താണെങ്കിലും ഇപ്പൊ തന്നെ എത്ര ആളുകൾ ഡെയിലി പിടിക്കപ്പെടുന്നുണ്ട്, പല എങ്ങനെ ഏത് രീതിയിൽ ഇടപെട്ടാലും പിടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് അങ്ങോട്ട് വഴിതെറ്റി പോകുന്നതാണ്. പിന്നീട് അവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ല. അങ്ങനെ ലൈഫ് ഡൈവേർട്ട് അതെ അതെ, നേരെ തിരിച്ച് അപ്പൊ എന്താ പറയാ കുറച്ചു നേരം ഇരുന്ന് പഠിക്കാനും ആ ഒരു സമയത്ത് ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്ന് അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് എക്സാമും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നത്, ഒരുപാട് സ്പീഡുമാണ് കാര്യങ്ങൾ, ലിസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ഒരു ലിസ്റ്റ് കഴിയുമ്പോൾ വരുന്നു, പിന്നെ പരീക്ഷകൾ ടൈമിൽ നടക്കുന്നു. അതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ PSCയിലും വരുന്നുണ്ട്. മറ്റേതെന്താ വെച്ചാൽ ഒരു റാങ്ക് ലിസ്റ്റ് ടൈം എടുക്കുകയായിരുന്നു കുറെ മുമ്പൊക്കെ. അപ്പൊ പിന്നെ കുറെ കാലമായിട്ട് എന്താ പറയുക കറക്റ്റ് ടൈമിൽ ഇങ്ങനെ ഓരോ എക്സാമും കറക്റ്റ് ടൈമിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും നിരുത്സാഹപ്പെടേണ്ടതില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ ഇപ്പം പറഞ്ഞില്ലേ ഈ പിന്നെ വീട്ടിൽ ജോലിക്ക് പറ്റുന്നല്ലേ ട്രഷറി ഓഫ് പിന്നെ നമ്മളെ സുമിത്തില്ലേ സുമിത്തിന് അതുപോലെ വലിയൊരു കഥ പറയാനുണ്ട്. സുമിത്ത് ഒരിക്കലും പിന്നെ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലെ പ്രാരംഭം കൊണ്ടൊക്കെ എന്താ പറയുക പണിക്ക് പോയി. അപ്പോൾ പണിക്ക് പോയെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വീട്ടിലെത്തിയപ്പം കല്ലിന് പഠിക്കാൻ പോയത്. അവൻ്റെ അച്ഛൻ്റെ ഇടയ്ക്ക് കൂടെ കല്ലിന് പഠിക്ക് പോയതാണ്, കെട്ടിന് പഠിക്ക് പോയതാണ്. ഒരു ആധിക നാട്ടിൽ ഇവിടെയുള്ള നമ്മളെ നരിക്കുനിക്ക് പോകുന്ന വഴിയിൽ അവിടെ ഉള്ള വീടാണ്. അപ്പോൾ അവരെ വീട്ടിൽ അവരിവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജോലി കയറിയുണ്ട്, അവർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ വീട്ടിൽ പോയപ്പോൾ അവരെ വീട്ടിൽ രാവിലെ പണിക്ക് തീർക്കുന്നത് നേരെ 8:30 എല്ലാ പരിപാടി കഴിഞ്ഞ് എത്തും പോരും. അപ്പോൾ ആ സമയത്ത് ഇവൻ വീട്ടിൽ അവിടെ പഠിക്കില്ല. അപ്പോൾ അവൻ ഒരു ദിവസം പരിചയപ്പെട്ടപ്പോൾ അവനോട് വെച്ചും പറഞ്ഞു ഞാൻ ഡിഗ്രി കഴിഞ്ഞാണെന്ന്. അപ്പോൾ ഡിഗ്രി ഇപ്പോൾ എന്താ കഴിഞ്ഞപ്പോൾ എനിക്കും ദേവരിക്കുള്ള ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക നീ എന്തിനാ ഈ പഠിക്കാൻ പോകുന്നത്, എനിക്ക് എന്താ പറയുക പിന്നെ PSCക്ക് പോരുന്നത് എയിമിലേക്ക് വെറുതെ എനിക്ക് എന്താ പറയുക വെറുതെ ഇതിനെ പഠിക്കാൻ പോയിട്ട് സമയം കളയണോ, വന്നിട്ട് ആൾ പഠിക്കാൻ നോക്കിക്കോ പറഞ്ഞ് 30 ദിവസം പറഞ്ഞു പോയല്ലേ. അങ്ങനെ വെച്ചാൽ ഇവൻ ആദ്യത്തെ കെട്ടിൻ്റെ പണി കഴിഞ്ഞ ശേഷം ദിവസം വെറുതെ ഇങ്ങനെ എയിമിൽ വന്ന് അന്വേഷിച്ച് അങ്ങനെയാണ് നമ്മൾ ഷെഡിലുള്ള സമയത്ത് അവിടെ എത്തുന്നത്. ആ സുമിത്ത് അന്ന് പറഞ്ഞ 30 ടോക്കിൻ്റെ മുകളിൽ ഇത് ഇപ്പോൾ സുമിത്ത് ജില്ലാ ട്രഷറിയിൽ ഹെഡായി മാറി. അത് വലിയൊരു കഥ ഞാനുണ്ട്. അത് സുമിത്തിനൊരിക്കലും കിട്ടുമ്പോൾ ഇതുപോലെ നമുക്കൊരു വേദി കിട്ടുമ്പോൾ കുറേ സംസാരിക്കാനുള്ള കുറേ വേദികളുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുക ഞങ്ങൾ റൂം എടുത്ത് പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ രാത്രി അവിടെ നിന്ന് താമസിച്ച് ഒരിക്കൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു കഥ അവനും പറയാനുണ്ട്. സുമിത്തിനെ നമുക്ക് വേദി കൊണ്ടുവരണം. കാരണം നല്ല ഭയങ്കര ഇതുണ്ട് അവൻ്റെ കഥ പറയാനുള്ളത്. അപ്പൊ ശരിക്കും ആ സമയത്ത് എയിം എന്ന് പറയുന്ന ഒരു വീട് തന്നെയായിരുന്നു. രണ്ടാം വീട് അല്ലെങ്കിൽ ഒന്നാം വീട് ഉറങ്ങാൻ മാത്രമല്ല രാവിലെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ദിവസമാണെങ്കിൽ പിന്നെ എന്തായാലും ഒരു 8-9 മണി ആവുമ്പോ ഇവിടെ എത്തും. ഫസ്റ്റ് തന്നെ തുറക്കുന്ന മാഷോട് താക്കോലൊക്കെ ചിലപ്പോൾ തലേന്ന് വാങ്ങി മാഷ് പറയും ഇന്ന സ്ഥലത്തുണ്ട് തുറന്നു പറയും. അങ്ങനെ വന്ന് പിന്നെ ചിലപ്പോ ഒന്ന് വൈകുന്നേരം ഒന്ന് വീട്ടിൽ പോയിട്ട് വരും. എന്നിട്ട് നമ്മള് എക്സാമിന് അടുപ്പിച്ചുള്ള സമയത്ത്
എന്നിട്ട് പിന്നെ രാത്രി ഇരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ച് ചിലപ്പം പിറ്റേന്ന് രാവിലെ ആയിരിക്കും പോവാ, ഏതൊരു സമയത്ത് കിടന്നുറങ്ങും. അതൊരു വീട് പോലെ കണ്ടിട്ടാണ് നമ്മളന്ന് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ കുറെ കിടന്നല്ലേ നമ്മള് ഈ എന്താ പറയാ കൊതുകുലൊക്കെ വലിച്ചു കെട്ടിയിട്ട് എന്താ പറയാ ബെഞ്ച് പിടിച്ചിട്ട് ബെഞ്ചിന്റെ ഡെസ്കിന്റെ മോള് വലിച്ചു കെട്ടിയിട്ട് നിലത്ത് കിടന്നുറങ്ങി എത്ര ദിവസം കിട്ടില്ലേ? ഞാൻ അതുപോലെ പിന്നെ പ്രഭുലാലിനോട് ഞാൻ പറയാം, പ്രഭുലാൽ ആദ്യമായി താമസിച്ച് പഠിക്കുന്ന ടീമിൽ പ്രഭുലാലൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രഭുലാലിനൊക്കെ എന്താ പറയുക പിന്നെ രാത്രി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചില സമയം കൂടുതൽ രണ്ടാൾക്കാരും പോവുകയും ചിലപ്പോൾ മാറ്റിട്ടോ. അപ്പോൾ എൻ്റെ ഒരു പിന്നെ മഴയത്തൊക്കെ എന്നെ വിളിക്കും, എന്നോട് നിൽക്കാം, ഞാൻ ഇവിടെ നിൽക്കാം. അപ്പോൾ ഞാൻ ഒരു ദിവസം പറയണ്ടായിരുന്നു, പ്രഭുലാലെ ഈ മഴയത്തും രാത്രിയൊക്കെ വീട്ടിൽ ഞങ്ങൾ കണ്ട് ഉറങ്ങേണ്ട സമയത്ത് ഞങ്ങൾക്ക് പേടിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇനി ജോലിയൊക്കെ കിട്ടിപ്പോട്ടെ എന്ന് ഞാൻ വിളിക്കുന്നതാണ് ഇതുപോലെ മഴയത്ത് ഇനി വരും നമുക്ക് കാണണം പറഞ്ഞേക്കും. കാരണം നമ്മളത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു. കാരണം അത്രയും എന്താ പറയുക ഇപ്പോഴും ബന്ധമൊക്കെ കേട്ടോ, പ്രഭുലാലൊക്കെ നല്ല ബന്ധമാണ്, ഇപ്പോഴൊക്കെ നല്ല കണക്ഷനുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് അറിയോ, നമുക്ക് പിന്നെ പഠന രീതികളോടൊക്കെ പറഞ്ഞത് ചെയ്യാം. നമുക്ക് നല്ല കൂടുതലായിട്ട് ഇങ്ങനെ സമയം പോകണ്ടല്ലോ, പഠന രീതികൾ പറയാം. ഒന്ന് ജസ്റ്റ് നിങ്ങളൊരു പഠന രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയട്ടെ, അവരും വിജയിക്കാൻ എന്താ പറയുക ഒരു മാർഗം തെളി ഉണ്ടാവട്ടെ. ഞങ്ങൾ മെയിൻ വിട്ട് ക്ലാസ് തന്നെയായിരുന്നു. ക്ലാസ്സിലെ നോട്ടുകൾ ആദ്യം നമ്മൾ എയിമിൽ ജോയിൻ ചെയ്ത് 1-2-3 മാസം ക്ലാസ്സിലെ നോട്ടുകൾ പഠിക്കുക. പിന്നെ റാങ്ക് ഫയൽ ഉണ്ട്, എയിമിൻ്റെ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു. ആ റാങ്ക് ഫയൽ ഓരോരോ പേജ് വെച്ചിട്ട് ഇങ്ങനെ പഠിക്കും. അതുപോലെ ഒരു എക്സാം നടത്തും എയിമിൽ. അപ്പോൾ എക്സാം നടത്തിയിട്ട് പിന്നെ അങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാൻ അതെ, അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയായിരുന്നു ആദ്യം അത് പഠിച്ചു പോയി. പിന്നെയാണ് മനസ്സിലായത് റാങ്ക് ലിസ്റ്റ് എക്സാമിൽ അങ്ങനെ പഠിച്ചാൽ പോരാ, നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കണം എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇവിടെ റാങ്ക് ലിസ്റ്റ് എക്സാമിൽ ഇങ്ങനെ റാങ്ക് അതെ റാങ്ക് പുറകിലായിരിക്കുമല്ലോ. അപ്പോൾ ഏത് ടോപ്പിക്കാണ് നമുക്ക് മാർക്ക് കുറയുന്നത്, നെഗറ്റീവ് ആകുന്നത്, അത് വെച്ച് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യും. ഒരു രാവിലെ വന്നിട്ട് ടൈം ടേബിൾ ഇടും. ഞങ്ങൾ രണ്ടാളോട് ആയിരുന്നു ടൈം ടേബിൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ഒരു 3 മാസത്തോളം ഞങ്ങൾ അങ്ങനെ പഠിച്ച് പിന്നെ രാവിലെ മുതൽ ഉച്ച വരെ ഓരോ ദിവസം പഠിക്കാൻ ടൈം ടേബിൾ രാവിലെ സെറ്റ് ചെയ്ത് പഠിക്കണം എന്ന് പറയും. എന്നിട്ട് രാവിലെ അത് 8 മണിക്ക് ഇവിടെ എത്തും. 8 മണിക്ക് എത്തിയിട്ട് അത് സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഏരിയ കവർ ചെയ്യും. ആദ്യം കവർ ചെയ്യാൻ പറ്റൂല, എന്നാലും ഏകദേശം പിന്നീട് അങ്ങോട്ട് പിന്നെ കവർ ചെയ്ത് പോകാൻ തുടങ്ങി. പറയുന്ന പിന്നെ റിവിഷൻ നടത്തും. പിറ്റേന്ന് റിവിഷൻ പഠിക്കുന്ന പിറ്റേന്ന് റിവിഷൻ മെയിൻ റിവിഷനാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്. പിന്നെ ഞാൻ രാവിലെ ടൈം ടേബിൾ ഇടും. ഉച്ചവരെ 3 മാസം കഴിഞ്ഞ ശേഷം ഉച്ചവരെ ഞങ്ങൾ സെപ്പറേറ്റ് പഠിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ബോറടിക്കുമ്പോൾ ഗ്രൂപ്പായി പഠിക്കും. ഞങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവല്ലോ, അപ്പൊ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളാണ് പഠിച്ചത്. പിന്നെ വേറെ എന്തെങ്കിലും രീതികളുണ്ടോ ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിന്നെ നോക്കും. അതായത് നമ്മളിപ്പോ അപ്പൊ നടക്കുന്ന എക്സാമുകളുണ്ടാവും. പിന്നെ ഈ PSC ഒക്കെ നടത്തുന്ന രാവിലെയൊക്കെ നടത്തുന്ന എക്സാം, അതിനകത്തൊരു 20 GK ചോദ്യങ്ങൾ അന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് ഇതില്ലേ, ട്രേഡ് എക്സാമിനൊക്കെ നല്ല ക്വസ്റ്റ്യൻ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ തന്നെ ഓരോ ടെലഗ്രാം ഗ്രൂപ്പിലും ചാനലിലൊക്കെ വരും. അപ്പൊ നമ്മൾ വെറുതെ അതിന്റെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. വെറുതെ നോക്കി ഇന്നതാണ് അതിന്റെ ആൻസർ നോക്കല്ല. എന്നിട്ട് ആ ചോദ്യം അതേപോലെ ഞങ്ങളൊരു ബുക്ക് വാങ്ങും പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഇത് എഴുതി വെക്കാൻ വേണ്ടി. അതിൽ ഓപ്ഷൻ അടക്കം എഴുതി വെക്കും. മീൻസ് ഓപ്ഷൻ അടക്കം ഓപ്ഷൻ അടക്കം ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ പിന്നീട് ഇത് കൂടാതെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് കിട്ടാത്തതുണ്ടാവും, അതിന്റെ ഓപ്ഷൻ എഴുതി വെക്കും. ഇപ്പൊ മാത്സ് ആണെങ്കിൽ ഞങ്ങൾ ഓരോ ഓപ്ഷനും അങ്ങനെ എഴുതി വെക്കും. ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് അപ്പൊ അതായിരിക്കും ചിലപ്പോൾ SSC UPSC എക്സാമിലൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഈ ഓപ്ഷൻ അടക്കം എഴുതി ചിലപ്പോൾ ഈ ഓപ്ഷനും അതേപോലെ ചെയ്യും. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേണ്ട ആവശ്യം വരെ ചിലപ്പോൾ ആ സമയത്ത് വരില്ല. എന്നതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത് അങ്ങോട്ട് എടുത്ത് കർപ്പിക്കാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറെ അതെ. അപ്പോൾ പിന്നീട് ഈ ടെക്സ്റ്റ് ബുക്കുകളുണ്ടല്ലോ നമ്മളെ ഈ സ്കൂൾ പാഠം, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൂടെ പഠിക്കുന്ന കുറച്ച് ആൾക്കാരെ, അപ്പൊ അതിൽ കുറെ പേര് സർവീസ് കയറി കുറെ ആൾ ലിസ്റ്റിലൊക്കെ എത്തി. അപ്പൊ ഞങ്ങൾ തന്നെ എന്ത് ചെയ്യും, ഒരു 5 പാഠം പഠിച്ചു വരാൻ പറയും. 5 മുതൽ അല്ലെ ഒരു 3-ാം ക്ലാസ് മുതലുള്ള ബുക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടിലുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, പിന്നെ ബുക്കൊക്കെ നമുക്ക് വേറെ കുറെ ആപ്പുകൾ നോക്കി എന്നിട്ട് ഓരോ എല്ലാവർക്കും പഠിക്കാൻ കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഞങ്ങൾ തന്നെ ആൻസർ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് എക്സാമുകൾ എന്താ പറയാ, റാങ്ക് എക്സാമുകള്, വീക്ക്ലി സബ്ജക്ട് എക്സാമുകള്, ഇങ്ങനെ കുറെ എക്സാം, ടോപ്പിക് എക്സാമുകള്, നമ്മൾ നടത്തുന്ന കുറെ എക്സാമുകളല്ലോ, നോട്ട് എക്സാമുകള്, ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ
പ്രവർത്തനങ്ങൾ വേറെ നടത്തി ഭീകരന്മാർ തന്നെ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് നമ്മള് നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ നമ്മള്, അതായത് എല്ലാവരും കുറച്ച് പഠിച്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ടോപ്പിക്കോ അല്ലെങ്കിൽ ക്ലാസ്സിൽ വെക്കുന്ന കാര്യം മാത്രം പഠിച്ചങ്ങനെ പോവുക. അപ്പൊ അതിന്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് മുന്നേറിയത്. കാരണം അത് പലരോടും പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് ചില മുഖം കാണുമ്പോൾ നമുക്ക് തോന്നും. ഞാൻ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴേ അവരെ മുഖത്തുണ്ടാകില്ല ഇതൊക്കെ വേണോ എന്നൊക്കെയുള്ള ചോദ്യം മുഖം ഉണ്ടാകുമല്ലോ. അതാണ് എനിക്കിത് കണ്ടിട്ടാണ് ഇതൊന്നും വേണ്ടേ. കാരണം അതുങ്ങൾ ഏറ്റവും വലിയ കളിവാങ്ങൾ പറഞ്ഞ സാധനം. കാരണം അവരൊക്കെ സാധാരണഗതിയിൽ എന്താ പറയുക 10ഉം 15ഉം എന്തൊക്കെ ഏരിയകളും പഠിച്ചിങ്ങനെ പോകുമ്പോൾ അതിന് പുറത്ത് ഒരു 5 മണി അധികം പഠിച്ചാൽ വേഗം മുള്ളെത്തിയില്ലേ. അങ്ങനെ ആളുകൾ ഇപ്പൊ ചെയ്ത സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല ട്രെൻഡ്. ഇപ്പം ഫുള്ള് സ്കൂൾ ടെക്സ്റ്റ് നല്ലേ വരുന്നത്. ഇപ്പൊ എല്ലാ റാങ്ക് ഏത് റാങ്ക് ഫയൽ എടുത്താലും സ്കൂൾ ടെക്സ്റ്റിന്റെ ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അതിന് മുമ്പ് സ്കൂൾ ടെക്സ്റ്റ് തുടങ്ങുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങി. മുമ്പേ സ്കൂൾ ടെക്സ്റ്റുകളൊന്ന് പഠിച്ചാലോ വിചാരിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയല്ലോ. അത് ഞങ്ങൾ കുറെ പിന്നെ സയൻസ് ആയാലും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ സ്കൂൾ ബുക്ക് 1-2 ക്വസ്റ്റ്യൻ ഒക്കെ സ്കൂൾ ബുക്കിൽ നിന്ന് വരാറുണ്ടായിരുന്നു. ഇപ്പം കംപ്ലീറ്റ് സ്കൂൾ ബുക്ക് അല്ലേ. 1-2 ക്വസ്റ്റ്യൻസ് ആ 1-2 ക്വസ്റ്റ്യൻ പിടിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് 3-ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നോക്കി തുടങ്ങി. ഇപ്പോഴും ഫോണിലൊക്കെ ഉണ്ടാവും ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, അതിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ഉണ്ട്. ടെലഗ്രാം ആയതുകൊണ്ട് ഡിലീറ്റ് ആവില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ നമ്മളെ ഉണ്ടാക്കുന്നത് രസമായിരിക്കും സംഭവം നോക്കുമ്പോ. താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് 26 കിട്ടിയ ഒരു ചേച്ചിണ്ട് ഞങ്ങളെ കൂടെ തന്നെ പഠിച്ച സ്വാതി. ഇവിടെ പഠിച്ച ഇവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ അവളിങ്ങനെ പറയും അന്ന് അത് ചെയ്തുകൊണ്ട് കോവിഡ് സമയത്ത് ആ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവൾ വർക്ക്ഔട്ട് ചെയ്തത്. എന്നിട്ടാണ് അവൾക്ക് നല്ല റാങ്ക് കിട്ടിയില്ല. പക്ഷെ കോവിഡിന് പൂട്ടിയ സമയത്തും നമ്മൾ എന്ത് ചെയ്ത് ഈ ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ഒഴിവാക്കിയില്ല. അപ്പൊ നമ്മൾ ഗ്രൂപ്പിനകത്തൂടെ പറയുന്ന പടങ്ങൾ പഠിക്കാം, ഗ്രൂപ്പിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ വായിക്കുക. നിപ്പ കോവിഡ് ഒക്കെ ഉണ്ടായില്ല സമയത്തൊക്കെ നമ്മളൊക്കെ ബാധിച്ചിട്ടില്ലേ. എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന് പഠിച്ചല്ലേ. അത് എങ്ങനെ വെച്ചാൽ നമ്മള് ക്ലാസ് അപ്പുറമാണ് ഉണ്ടായി. നമ്മൾ പുതിയ ബിൽഡിങ്ങിൽ പണി നടക്കാമല്ലോ ഇല്ല. പണി നടക്കുമ്പോൾ താഴത്ത് ഏറ്റവും താഴത്ത് എന്താ പറയുക താഴത്ത് വന്നിരുന്ന് പഠിക്കുന്നത് കുറച്ച് വന്നിട്ട് രാത്രി 8 മണിക്ക് പോകാൻ പറ്റും. ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. അവിടെ നിങ്ങളും അവിടെ പഠിച്ചല്ലേ. മറ്റേ നമ്മൾ കുറെ വേറെ ബിൽഡിങ്ങിലൊക്കെ അല്ലേ ആ സമയത്ത് ശാസ്ത്രം സ്റ്റാൻഡിലെ ബിൽഡിങ്ങിൽ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പിന്നെ ഞങ്ങള് കോവിഡ് വല്ലാണ്ട് ബാധിച്ചില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം പിന്നെ നിപ്പ വന്നപ്പോൾ ഞങ്ങൾ ആകെ പേടിച്ചു. എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. അതെ വെറുതെ പോകും. എക്സാമുകളും ഇല്ല, എക്സാമുകളൊക്കെ മാറ്റി വെച്ചു. പിന്നെ കോവിഡിന്റെ സമയത്ത് നിങ്ങൾക്ക് ജോലി കിട്ടില്ലേ? കോവിഡ് തുടങ്ങി ആ ഒരു ഗ്യാപ്പിലാണ് 2020 അഡ്വൈസ് വരുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ടൈമില് ഫ്രീ ആയിരുന്നു. പിന്നെ ജോയിൻ ചെയ്തു. കുറച്ച് ദിവസം ലോക്ക്ഡൌൺ ആയി. അങ്ങനെ ജോലി കിട്ടി അറിയില്ലേ. അതുപോലെ ജോലി കിട്ടി ലീവ് എടുത്ത് 3 മാസം ശമ്പളം വരുന്നതാണ്. അത് പിന്നെ പലരും പറയുന്നുണ്ടല്ലോ ജോലി കിട്ടിയിട്ടാണ് ലീവ് എടുക്കാന്നല്ലേ. ഇത് ഒറിജിനലായിട്ട് കിട്ടി. അത് ശമ്പളത്തോടെ കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള് എന്താ പറയാ ഒരുവിധം സക്സസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സക്സസ് ആണ്. ഇനി അങ്ങോട്ടും എന്താ പറയാ എല്ലാ രീതിയിലും സക്സസ് ആകട്ടെ. സന്തോഷം എന്താ പറയാ എന്നും എന്താ പറയാ നമ്മളെ സന്തോഷം നിലനിൽക്കട്ടെ അല്ലേ. ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോവാം. കാണാം നമുക്ക് പിന്നീട് കാണാം. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. ശരി ഓക്കെ.